Good morning, all. So, Indian economy 1950 to 1990 എന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പ് ഓൺ ഡേറ്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഡേറ്റ് മെൻഷൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ടെക്സ്റ്റില് 1950 മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 1950 15th മാർച്ചിലാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യത്തെ പ്ലാനിംഗ് സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട്, അതായത് എല്ലാം പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു, ഓർമ്മയുണ്ടോ? ഇതിന്റെ ചെയർപേഴ്സൺ വന്നിട്ട് PM ആണ് അല്ലെ, പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചതാണ്. TC മെഹലനോബിസ് ആണ് അല്ലെ, TC മെഹലനോബിസ് ആണ്. അപ്പൊ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് പുള്ളിയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ സാഖ്യ എന്ന് പറയുന്ന ഒരു ജേണലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഖ്യ എന്ന് പറയുന്ന ജേണല്, ഇതെല്ലാം നമ്മുടെ TC മെഹലനോബിസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് 5-year പ്ലാനോട് കൂടിയാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്ലാനിങ് സ്ട്രക്ചർ ആവുന്നത്. സോ അതും ഈ പറയുന്നത് പോലെ എന്താണ് TC മെഹലനോബിസിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം? ഇന്ത്യ ഏത് കൈൻഡ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 3 കൈൻഡ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണ് നമുക്കുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ക്യാപിറ്റലിസം ആണ് അല്ലെ, ക്യാപിറ്റലിസം. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് സോഷ്യലിസം ആണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് മിക്സ്ഡ് ആണ് അല്ലെ, മിക്സ്ഡ് ഇക്കോണമിയാണ് പഠിച്ചത്. അപ്പൊ ഇതിൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സ്ഡ് ഇക്കോണമിയാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെ. പിന്നെ മിക്സ്ഡ് ഇക്കോണമിയിലാണെന്നുണ്ടെങ്കിൽ ബോത്ത്, അതായത് ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ചേർന്ന് വരുന്നതാണ് നമ്മൾ മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു, ഇതിനി ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലെ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാം. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണ്. അപ്പം ഒരു എന്താണ് തേർഡ് 5-year പ്ലാൻ ടൈമിലാണ് ഇത് ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വീറ്റ്, റൈസ് പോലത്തുള്ള സംഭവങ്ങളാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ആയെന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെയാണ് പ്രൊഡക്ഷൻ കൂടിയെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഹു ഈസ് കൺസിഡേർഡ് ആസ് എ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? TC മെഹലനോബിസ് ആണ്. പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ് ആണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് വൈറ്റ് റെവല്യൂഷൻ. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് അറിയാം അല്ലെ, അത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മിൽക്കിന്റെ പ്രൊഡക്ഷനുമായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഈ അമൂലിന്റെ എല്ലാം കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അമൂൽ എന്നൊക്കെ പറയുന്നത് ഈ വൈറ്റ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പണ്ടത്തെ ടെക്സ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഇന്ത്യയിൽ എത്ര ആനുവൽ പ്ലാനുകൾ നടന്നിട്ടുണ്ട്? അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ 5-year പ്ലാനുകൾ എല്ലാ 5 വർഷവും ഉണ്ടായിരുന്നെങ്കിലും ചില സമയങ്ങളിലൊന്നും ഇത് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല, ബ്രേക്ക് വന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ആ ആനുവൽ പ്ലാന്റെ ബേസിസിലാണ് നമ്മൾ 6 ആനുവൽ പ്ലാൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ 5-year പ്ലാൻ ഒഴിവാക്കിയിട്ട് ഒരു വർഷത്തേക്ക് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ആനുവൽ പ്ലാൻ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആർക്കിടെക്റ്റിന്റെ കാര്യം മറന്നു പോരുത്. പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷന് പകരം നമുക്കുള്ളത് നീതി ആയോഗ് ആണ് കേട്ടോ. നീതി ആയോഗ് ആണ്. ഇതിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ടിലുണ്ട്. ഓക്കെ, അതുപോലെ ഗ്രീൻ റെവല്യൂഷന്റെ കാര്യവും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഔട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഒരു പുതിയ ഇൻഡസ്ട്രി ഇന്ത്യയിൽ തുടങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് എടുക്കേണ്ടത് പണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രി പുതിയതായിട്ട് ഈ പറയുന്നത് പോലെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ലൈസൻസിങ് കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു പ്രത്യേക ഇൻഡസ്ട്രി എന്ത് ചെയ്യരുത്, കുത്തകാവകാശം നേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ, കുത്തകാവകാശം നേടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, റീജിയണൽ ഇക്വാളിറ്റി കൊണ്ടുവരാൻ അല്ലെ. അതായത് ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ അല്ലാതെയുള്ള പ്രദേശങ്ങളിലൊക്കെ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിൽ ലൈസൻസ് അവർക്ക് വേണ്ട, അതായത് അവിടെ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പുറമെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ലൈസൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ നാട്ടുപുറത്തുള്ള ഇതൊക്കെ എന്താണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവര് സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് വളരെ കുറഞ്ഞ താരിഫ് ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ഇൻഡസ്ട്രികൾക്ക് തീർച്ചയായിട്ടും ലൈസൻസ് വേണമായിരുന്നു. അത് മോണോപ്പൊളി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ കുത്തകാവകാശം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇക്കണോമിക് പ്ലാനിങ്. ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എത്ര ബെറ്റർ ആയിട്ട് നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കാം അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു രാജ്യത്തിന്റെ കേസ് വരുമ്പോൾ രാജ്യത്തിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അത് വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ നേഷന് വേണ്ട കാര്യങ്ങൾ നേടിക്കൊടുക്കാം എന്നുള്ളതാണ് എക്കണോമിക് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്കണോമിക് പ്ലാനിങ് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി കൊടുത്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ PC അഥവാ പ്ലാനിംഗ് കമ്മീഷൻ പോയിട്ട് പകരം വന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്, നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നീതി ആയോഗിന് ഇപ്പൊ ചെയർമാൻ ആര് തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ തന്നെയാണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ചെയർമാൻ ആയിട്ട് വരുന്നത്. പക്ഷെ അതിന്റെ വേറൊരു പോസ്റ്റ് ഉണ്ട്, അതാണ് ഡെപ്യൂട്ടി ചെയർമാൻ. അതായിട്ട് ഇപ്പൊ ഉള്ളത് സുമൻ ബെറി ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം തന്നതാണ്. സുമൻ ബെറി ആണ് കേട്ടോ, സുമൻ ബെറി ആണ് അതിന് ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പൊ ഇല്ല. ഓക്കെ, ഇതല്ലാതെ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സംഭവം സിമ്പിൾ ആണ്. ഈ ഒരു ടേബിള് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടേബിൾ അനലൈസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടേബിൾ നോക്കിക്കേ. ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു 1950-51 ടൈമിലുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ 1 മാഞ്ഞു പോയതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവിടുത്തെ ഓരോ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അഗ്രികൾച്ചറിനെ നോക്കിക്കേ, 59% അറൌണ്ട് ഒരു 60% അല്ലെ. അതുപോലെ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 13% ആണ് വരുന്നത്. അതുപോലെ സർവീസ് സെക്ടർ ആണെങ്കിൽ ഒരു 28% ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത് ഏത് സെക്ടറാണ്, അത് 59% ഉള്ള നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ആണ്. എന്നാൽ രണ്ടാം പൊസിഷനിൽ നമുക്ക് സർവീസ് ഉണ്ട്. മൂന്നാം പൊസിഷനിലാണ് നമുക്ക് ഇൻഡസ്ട്രി ഉള്ളത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് മനസ്സിലായി എന്നുള്ള കാര്യമൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഈ മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു ടേബിള് നമ്മുടെ GDP കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അതിന് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് 50-51 ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് അഗ്രികൾച്ചർ ആണ് പ്രധാനമായിട്ടും എന്ത് വന്നിട്ടുള്ളത്, GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം സർവീസ് സെക്ടർ ആണ് അല്ലെ, അതിനുശേഷം നമുക്ക് സർവീസ് സെക്ടർ ആണെന്നുള്ള കാര്യം മനസ്സിലാവും അല്ലെ. സർവീസ് സെക്ടർ ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയൽ സെക്ടറുമാണ് കൊടുത്തതെന്നുള്ള കാര്യം അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരും കേട്ടോ. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അവർ ഡേറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അത്രയാണ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് അത്യാവശ്യം കുറവാണ് എങ്കിൽ പോലും നമുക്ക് എവിടുന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലൈസൻസ് രാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ, പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതുപോലെ എക്കണോമിക് പ്ലാനിങ് എന്താണ്, നീതി ആയോഗിന്റെ കേസ്, ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്തിരിക്കുക. അടുത്തത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ഇറ്റ് നെസസറി ഫോർ എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ ടു ഫോളോ സെൽഫ് റിലൈൻ ആസ് എ പ്ലാനിങ് ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം GEMS അല്ലെ, നമ്മൾ 5 ഇയർ പ്ലാൻസിന്റെ 4 പ്രധാനപ്പെട്ട ഗോൾസ് ആയിട്ട് പറഞ്ഞ സാധനമാണ്. ഒന്ന് ഗ്രോത്ത്, 2 ഇക്വിറ്റി, മൂന്നാമത്തെ മോഡേണൈസേഷൻ, നാലാമത്തെ സെൽഫ് റിലയൻസ്. അപ്പൊ ഇതിനകത്ത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ GDP ഉണ്ടാവുന്ന ഗ്രോത്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം അവരുടെ അവശ്യ സാധനങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടിരിക്കുന്ന അവസ്ഥ. മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത് പോലെ ടെക്നോളജി മാത്രമല്ല ഒരു സൊസൈറ്റിയുടെ ചിന്താഗതി മാറുന്നതും അതിനകത്ത് വരും അല്ലെ. സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു രാജ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇന്ത്യ സെൽഫ് റിലയന്റ് ആവാനുള്ള കാരണമായിട്ട് നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ ഒരു 7 5-year പ്ലാൻ എടുത്താൽ അതിൽ 7ലും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് റിലയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യാം? സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ എക്സ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അത് മാത്രമല്ല അത്രയും നാളും ബ്രിട്ടീഷുകാരുടെ കീഴില് ഒരു അടിമയെ പോലെ കഴിഞ്ഞ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മുക്തമാവണ്ടേ. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ പറയാം കേട്ടോ. അപ്പൊ സെൽഫ് റിലയൻസ് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമായി എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇന്ത്യ അതുവരെ ബ്രിട്ടന്റെ കീഴിൽ അങ്ങനെ കിടന്ന ഒരു രാജ്യമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇന്ത്യക്ക് അത്യാവശ്യം റിസോഴ്സുകളുണ്ട്. അപ്പൊ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൂടെ? ഇന്ത്യക്ക് അകത്ത് തന്നെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല അല്ലെ. അപ്പൊ അതുവഴി നമുക്ക് എക്സ്പോർട്ട് കൂട്ടാനായിട്ടൊക്കെ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Do you think that land reforms were successfully implemented in all the states of India? Substantiate your view. ഇത് നമ്മൾ അന്ന് പഠിച്ചപ്പോ പറഞ്ഞതാണ്. അതായത് ലാൻഡ് റിഫോംസ് സക്സസ്ഫുൾ ആണോ? അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ അഡ്രസ് ചെയ്യുക. അപ്പൊ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല അല്ലെ. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ, കേരളം പോലത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ ലാൻഡ് റിഫോംസ് കൂടുതലും എന്തായിട്ടുള്ളത്? സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അത് നമുക്ക് പ്രത്യേകമായിട്ട് അവിടെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആവാത്തതിന്റെ വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടുത്തെ ഈ പാർട്ടികളുടെ ഒക്കെ ഇത് നമുക്ക് പറയാം. ചില പാർട്ടികൾ ലാൻഡ് റിഫോംസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു, ചില ഗവൺമെന്റ്. അതേസമയം മറ്റു ചില ഗവൺമെന്റ് അത്രയും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ലാൻഡ് റിഫോംസ് അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. മോഡേണൈസേഷൻ, ഗ്രോത്ത്, ഇക്വിറ്റി, ഇമ്പോർട്ട്സ്. അപ്പൊ ഇത് മൂന്നും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് മൂന്നും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ 5-year പ്ലാൻസിന്റെ ഗോൾസ് ആണ് അല്ലെ. 5-year പ്ലാൻസിന്റെ ഗോൾസ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്തല്ല? 5-year പ്ലാന്റെ ഗോൾ അല്ല. സോ ഇവിടെ ഇമ്പോർട്ട് ആണ് നമുക്ക് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് നോക്കിക്കോണം. മോഡേണൈസേഷൻ കാണുമ്പോൾ ഇതിൽ അതാന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കറപ്പിച്ച് വെക്കരുത്. മോഡേണൈസേഷനും ഗ്രോത്തും ഇക്വിറ്റിയും നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലാക്കാം. ഇമ്പോർട്ട് ആണ് അതിനകത്ത് ഒഴിവായി നിൽക്കുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, HYV സീഡ്സ്, ലൈസൻസിങ്, ഇറിഗേഷൻ, ഇവിടെ ഏതാ വരുന്നത്? ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ കെമിക്കൽ ഫെർട്ടിലൈസർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുമോ ഗ്രീൻ റവല്യൂഷനിൽ അതിന് കീടനാശിനി ഒന്നും ഉപയോഗിച്ചില്ലല്ലോ? നമ്മൾ പറഞ്ഞതാണ് അല്ലെ, കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. HYV സീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ ലൈസൻസിങ് എന്ന് പറയുന്നത് അത് ഗ്രീൻ റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം അല്ല, അത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേം ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലൈസൻസിങ്, പ്രൊട്ടക്ഷൻ, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്, റിസർവേഷൻ ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇതിനകത്ത് ഏതാ വരുന്നത്? ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ആണ് അല്ലെ. ബാക്കിയെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടയാ? നമ്മുടെ IPR അഥവാ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പഠിച്ചില്ലേ? IPR 1956 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാക്കിയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഓഡ് വൺ ഔട്ട് മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കും. അപ്പൊ നമ്മൾ ഓരോ മേഖലയിലും എന്താണ് പഠിച്ചതെന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു ലോജിക് ഒക്കെ വെച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ചില കൺട്രീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് ഫേബിൾ അല്ല, ടേബിൾ ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഇക്കണോമിക് സിസ്റ്റം വെച്ച് തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇന്ത്യ എന്താന്ന് എല്ലാ കൊച്ചു കുഞ്ഞിനും അറിയാലോ, അത് മിക്സ്ഡ് ഇക്കോണമി ആണ്. USA എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ, ക്യാപിറ്റലിസ്റ്റ് കൺട്രി. പക്ഷെ ഞാൻ അന്നേ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു രാജ്യങ്ങളും ക്യാപിറ്റലിസം അല്ലെങ്കിൽ സോഷ്യലിസം കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നില്ല. അവരെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് നിൽക്കുകയാണ്, മിക്സ്ഡ് ആണ് കേട്ടോ. മിക്കവാറും എല്ലാവരും നോക്കിക്കഴിഞ്ഞാലും മിക്സ്ഡ് ആണ്. അല്ല, ജർമ്മനി ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഏത് പറയാം? പിന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്കയൊക്കെ മിക്സ്ഡ് ഇക്കോണമിയിൽ നമുക്ക് പറയാമേ. ശ്രീലങ്ക മിക്സ്ഡ് ഇക്കോണമിയാണ്. UK എന്ന് പറയുന്നതും എന്താണ്? UK എന്ന് പറയുന്നതും നമുക്ക് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലാണ്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം.
അടുത്ത ബാക്കിയുള്ള പാകിസ്ഥാന് നമുക്ക് മിക്സ്ഡ് ഇക്കോണമിയിൽ പറയാം. ഓക്കെ, പാകിസ്ഥാന് മിക്സ്ഡ് ഇക്കോണമിയിൽ പറയാം കേട്ടോ. ബാക്കിയുള്ള ക്യൂബ, ചൈന, വെനിസുല എന്നൊക്കെ പറയുന്നത് സോഷ്യലിസം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിക്സ്ഡ് ഇക്കോണമി ഇതിൽ രണ്ടിലും വരാത്ത ബാക്കിയെല്ലാം മിക്സ്ഡ് ഇക്കോണമിയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.